റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമിട്ട് കഴിഞ്ഞുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കടുത്ത മുന്നറിയിപ്പ് നൽകിയത്. പുടിന്റെ ലക്ഷ്യം യുക്രൈൻ മാത്രമല്ലെന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് അധിനിവേശം വ്യാപിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നും സെലൻസ്കി പറഞ്ഞു. പുടിനെ ഇപ്പോൾ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ലോകത്തിന് മുഴുവൻ അതിന്റെ വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യയുടെ ആക്രമണം കേവലം ഒരു പ്രാദേശിക യുദ്ധമല്ലെന്നും അത് ആഗോള അക്രമത്തെ തന്നെ തകർക്കാനുള്ള നീക്കമാണെന്നും സെലൻസ്കി പറഞ്ഞു. യുക്രൈനിൽ റഷ്യയെ പരാജയപ്പെടുത്തുന്നത് ലോകത്തിന്റെ മുഴുവൻ വിജയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം സമാധാന ചർച്ചകളിൽ യുക്രൈന്റെ ഭൂപ്രദേശം വിട്ടുകൊടുക്കുന്ന ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന നിലപാട് അദ്ദേഹം ആവർത്തിച്ചു. ഡോൺബാസ് മേഖലയുടെ 20% ഭാഗം റഷ്യയ്ക്ക് വിട്ടുനൽകണമെന്ന നിർദ്ദേശങ്ങളെ അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. US ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണ തുടരണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു. അമേരിക്കയുമായുള്ള സുരക്ഷാ കരാറുകൾ ഏതെങ്കിലും ഒരു പ്രസിഡന്റിന്റെ കാലാവധിക്ക് അപ്പുറം നിലനിൽക്കുന്ന രീതിയിൽ സ്ഥാപനവൽക്കരിക്കപ്പെടണം. പുടിന്റെ ഭീഷണികളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപകടകരമാണെന്നും പകരം റഷ്യയുടെ അക്രമങ്ങൾ അവസാനിപ്പിക്കാനാണ് ലോകശക്തികൾ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലുകളിൽ പ്രതീക്ഷയുണ്ടെന്നും സെലൻസ്കി വ്യക്തമാക്കി. വ്ളാഡിമിർ സെലൻസ്കിയുടെ സർക്കാരിനെ താഴെയിറക്കി റഷ്യൻ ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കാമെന്നായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ആ നീക്കങ്ങളെ യുക്രൈൻ പ്രതിരോധിച്ചതോടെ അധിനിവേശം 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും മോസ്കോയുടെ വിജയപ്രതീക്ഷകൾ പാതിവഴിയിലാണ്. യുക്രൈന്റെ ഊർജ്ജ സംവിധാനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള റഷ്യൻ മിസൈൽ ആക്രമണങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്നു. കൊടും തണുപ്പിൽ ദിവസവും മണിക്കൂറുകളോളം വൈദ്യുതിയില്ലാതെ ജനങ്ങൾ വലഞ്ഞു. പവർ ഗ്രിഡുകളെ ഒറ്റപ്പെട്ട ദ്വീപുകളാക്കി മാറ്റി രാജ്യത്തെ നിശ്ചലമാക്കുക എന്ന തന്ത്രമാണ് റഷ്യയ്ക്കുള്ളത്. ഇതിന് മറുപടിയായി റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സായ എണ്ണ കയറ്റുമതിയെയാണ് യുക്രൈൻ ലക്ഷ്യമിട്ടത്. യുക്രൈൻ യുദ്ധത്തിന് 4 വർഷങ്ങൾ പിന്നിടുമ്പോൾ യുക്രൈനും റഷ്യയും സാമ്പത്തികമായി തളർന്നു കഴിഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധങ്ങൾക്കിടയിലും റഷ്യൻ സമ്പദ് വ്യവസ്ഥ തകരാതെ നിൽക്കുന്നത് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങളും ആഭ്യന്തര ആയുധ നിർമ്മാണത്തിന് നൽകുന്ന മുൻഗണനയും പുടിനെ കരുത്തേകുന്നുണ്ട്. റഷ്യൻ സമ്പദ് വ്യവസ്ഥ സൈനിക ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു. പണപ്പെരുപ്പവും തൊഴിലാളി ക്ഷാമവും റഷ്യയെ ഉലയ്ക്കുന്നുണ്ടെങ്കിലും യുദ്ധം തുടരാൻ തങ്ങൾക്ക് കഴിയുമെന്ന് പുടിൻ ഉറച്ചു വിശ്വസിക്കുന്നു. മറുവശത്ത് പാശ്ചാത്യ പിന്തുണയോടെ തങ്ങളുടെ മണ്ണ് തിരിച്ചുപിടിക്കാൻ യുക്രൈനും പോരാടുന്നു. പുടിന്റെ വസതി ലക്ഷ്യം വെച്ച് യുക്രൈൻ ആക്രമണം നടത്തിയതും നമുക്ക് എല്ലാം അറിയുന്ന കാര്യമാണ്. ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു റഷ്യയുടെ ഈ വെളിപ്പെടുത്തൽ. സമാധാന ശ്രമങ്ങൾക്ക് ഇടയിലെ ഇത്തരം നീക്കങ്ങൾ അപലപനീയമാണെന്നും ഇതിന് തിരിച്ചടി നൽകാതിരിക്കില്ല എന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി അന്ന് പറഞ്ഞിരുന്നു. റഷ്യയുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിന് മുൻപ് തങ്ങളുടെ സൈനിക ശക്തി തെളിയിക്കുക എന്ന ലക്ഷ്യവും യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിക്കുണ്ട്. ട്രംപ് ഭരണകൂടം യുക്രൈനുള്ള സൈനിക സഹായം വെട്ടിക്കുറയ്ക്കുമെന്ന് ഭയപ്പെടുന്ന സാഹചര്യത്തിൽ സ്വന്തം നിലയ്ക്ക് റഷ്യയെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് യുക്രൈൻ തെളിയിച്ചു. റഷ്യ ഈ ആക്രമണത്തിന് അതിശക്തമായ തിരിച്ചടി നൽകുമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. യുക്രൈൻ തലസ്ഥാനമായ കീവിലും മറ്റു പ്രമുഖ നഗരങ്ങളിലും റഷ്യ മിസൈൽ വർഷം തുടരുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടം കൂടുതൽ രൂക്ഷമാകുന്നത് പശ്ചിമേഷ്യൻ സമാധാനത്തിന് ഭീഷണിയാകുന്നു. 4 വർഷങ്ങൾ, ലക്ഷക്കണക്കിന് മരണങ്ങൾ, ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ട നഗരങ്ങൾ. എങ്കിലും യുദ്ധം എന്ന് അവസാനിക്കുമെന്ന ചോദ്യത്തിന് ആർക്കും വ്യക്തമായ ഉത്തരമില്ല. ജൂൺ മാസത്തോടെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ലോകം പ്രതീക്ഷിക്കുമ്പോഴും കലാപഭൂമിയിലെ ജനതകളുടെ മുന്നിലൂടെ വെടിയുണ്ടകൾ പായുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.